പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു ടീ ഗ്ലാസ്, നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ടീ ഗ്ലാസിൻ്റെ ഒരു ജനറേഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കളക്ഷനാണിത്. ഞാൻ പഴയ സാധനം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിലുള്ളൊരു കളക്ഷനിൽ പെട്ടതാണിത്. ടീക്കായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എനിക്കിതേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പുതിയ അപ്ഡേഷൻ തരുന്നതാണ്. ഒരു 70-80 കാലഘട്ടങ്ങളിൽ, പിന്നെ 70-90 വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ച് റിസർച്ചൊന്നും നടത്തിയിട്ടില്ല. കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്ന സെറാമിക്കിൻ്റെ ഒരു സാധാരണ നമുക്ക് പായസങ്ങൾ, പിന്നെ ചില കറി ഉപയോഗിക്കും, ചായ. ഞാനൊക്കെ ഒരുപാട് ചായ കുടിച്ച ഓർമ്മ എനിക്കുണ്ട്. ചെറുപ്പത്തിലൊക്കെ ചായക്ക് ഉപയോഗിച്ച ഫസ്റ്റായിട്ടുള്ള ഒരു സെറാമിക്. ഇതൊക്കെ പഴയ സാധനം തന്നെയാണ് കേട്ടോ, ക്രാക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല. പഴയ കാലത്തെ സെറാമിക് ചൈനീസ് ക്ലേ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഉപയോഗിക്കുന്ന സെറാമിക്കിൻ്റെ ഒരു ടീ പോട്ടാണിത് കേട്ടോ. പിന്നെ രണ്ടാമത് വന്നത് ഇതാണ്. അതിൻ്റെ ശേഷം വന്നിട്ടുള്ളത് പുള്ളി ഗ്ലാസ് എന്നൊക്കെയാണ് പറയും. ഇതാ പുള്ളി ഗ്ലാസ്. പിന്നെ ഇതിന് ശേഷം ഒരു ഗ്ലാസും കൂടെ ഉണ്ടായിരുന്നു. ഈ പുള്ളി തന്നെ കുറച്ച് അപ്ഡേറ്റഡ് വേർഷൻ, കുറച്ചൊരു ഉരുണ്ടിട്ട് ഈ ടൈപ്പ് മാതിരി ഇതുമാതിരി വന്നൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇതുമാതിരി ഇതിലേക്ക് വന്നിട്ടുള്ള ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ പുള്ളിയുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു. കുതിരയൊക്കെ സിമ്പിളുള്ള ഗ്ലാസ്. പിന്നെ ഈ ഗ്ലാസ് ഇതും പഴയ തന്നെയാണ്. പക്ഷേ ഇതിപ്പോഴും തമിഴ്നാട് ഭാഗങ്ങളിൽ ചായ ഉപയോഗിക്കാൻ ഈ ഗ്ലാസ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇതും പഴയ കാലഘട്ടത്തിലുള്ള ഗ്ലാസ്സാണ്. ഇതും ഒരു 90 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടീ ഗ്ലാസ്സാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നാലും. ഇത് പഴയ കാലത്ത് ഒരു പ്രീമിയം ടീ കപ്പാണ് കേട്ടോ. പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ടീ കപ്പാണിത്. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു ചായ ഗ്ലാസ്സാണിത്, സ്റ്റീല് അല്ലേ. ഇതൊക്കെ ഇപ്പോഴും കിട്ടും തോന്നുന്നു. ഇതൊക്കെ പഴയ തന്നെയാണ് സാധനം. ഇതും അതിൽ പെട്ടൊന്ന് തന്നെയാണ്. വെള്ളത്തിന് ഉപയോഗിക്കും, ചായക്ക് ഉപയോഗിക്കും. സ്റ്റീലിൻ്റെ ഗ്ലാസ് തന്നെയാണ്. പിന്നെ അത് കുറച്ചൊരു ഡിസൈനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള അടുത്ത ഒരു തരം ഗ്ലാസ്സാണിത്. അത് സ്റ്റീൽ തന്നെയാണ്. ഇതും സ്റ്റീൽ തന്നെയാണ്. പിന്നെ ഉള്ളത് മണ്ണിൻ്റെ ഒരു കപ്പ് വന്നിരുന്നു. ഇത് മണ്ണുകൊണ്ടുള്ളതാണ്. പിന്നെ മണ്ണിൻ്റെ ഹോൾഡിങ് ടൈപ്പ് കട്ടിൻ്റെ ഒരു കപ്പ്. ഇതൊക്കെ തനി നാടൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയൊരു കപ്പാണ്. നമ്മളെ കേരളത്തിൽ തന്നെ പ്രൊഡക്ഷനുള്ളതാണ്. പിന്നെ ഇതിപ്പം പുറമേ നിന്നൊക്കെ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ. കേരളത്തിൽ നിന്നല്ല എന്നാണ് തോന്നുന്നത്. ഇത് പുറമേ നിന്ന് വരുന്നതാണ്. ഒരു ടീ കപ്പാണ് ഇത്. ഇതേമാതിരി തന്നെ ഒരു വേറെ ഡിസൈനാണ്. ചെറിയ ഡിസൈൻ ചേഞ്ച് ഉണ്ട്. പിന്നെ അതുമാതിരിയുള്ള ഇതൊരു ടീ കപ്പാണ്. ഇതും ഒരു ടീ കപ്പാണ്. ഇത് ഡിസ്പോസിബിൾ ടീ കപ്പാണ്. 1 ടൈം യൂസ് ആണിത്. ഇതൊക്കെ ഈ അടുത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഒരു ജനറേഷനാണ്. ഇപ്പം നമ്മൾ കോമൺ ഉപയോഗിക്കുന്ന ഒരു ടീ ഗ്ലാസ്സാണ് ഇത്. ഇതൊക്കെ ഇപ്പം വരുന്നൊരു മോഡൽ. ഇതിപ്പം നിങ്ങൾക്കറിയാം. പിന്നെ ഈ ഒരു ജനറേഷനിലെത്തി ഇപ്പം സ്റ്റീല്. ഈ ഒരു ജനറേഷനിലെത്തി. അപ്പോൾ ഒരു ടീ ഗ്ലാസസിൻ്റെ ഒരു ജനറേഷനാണ് കാണുന്നത്. ഇത്രത്തോളം ജനറേഷൻ ഈ ഒരു എത്രത്തോളം കാലഘട്ടങ്ങളിൽ ഈ ഒരു കപ്പ് ഉപയോഗിച്ചിരുന്ന ഏത് മുതൽ സ്റ്റാർട്ടിംഗ് എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 70-80 ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം ഉപയോഗിച്ചത്. 70-80 കാലഘട്ടങ്ങളിൽ ചായ അടിക്കാൻ ഉപയോഗിച്ചത്. ഇതും അങ്ങനെ തന്നെയാണ്. ഒരു 80-90 കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് പുള്ളി ഗ്ലാസ് ഈ ടൈപ്പാണ്. പിന്നെ അതിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഓരോ വർഷം കൂടുന്നതനുസരിച്ച് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. ഒരു ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിനെ കുറിച്ചുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഒരു പഴയ മോഡൽ 50 മുതലുള്ള പ്ലേറ്റ് ഇവിടെ ജനറേഷൻ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.